നടിയെ ആക്രമിച്ച കേസിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ എന്ന് കോടതി. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം കോടതി തള്ളി. ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചനയ്ക്ക് മതിയായ തെളിവില്ലെന്നും വിധിയിൽ. ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചു. അന്വേഷണ സംഘത്തിനും വീഴ്ച ഉണ്ടായെന്നും വിധിയിൽ പറയുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേർന്നു. അഹമ്മദ്, മുജ്തബ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ജഡ്ജി നേരത്തെ പറഞ്ഞത് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഒപ്പം സമൂഹത്തിനുള്ള സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി കോടതി വിധിയിൽ ഉണ്ടാകുമെന്നാണ്. ഈ 1711 പേജിലും അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടെന്നാണോ മുജ്തബ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ദിലീപ് ഉന്നയിച്ച ചില ആരോപണങ്ങൾ, ഇത് രണ്ടും വസ്തുതാ വിരുദ്ധമാണെന്ന് ഉറക്കെ പറയുകയാണ് വിചാരണ കോടതി. പ്രത്യേകിച്ച് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നത് അത് കൃത്യമായി തന്നെ ഈ ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരം നീതി നടപ്പാകട്ടെ. അത് എന്ത് തന്നെ പ്രതിബന്ധങ്ങൾ വന്നാലും, എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും, ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ആ നീതി നടപ്പാകട്ടെ എന്നാണ് കോടതി പറയുന്നത്. പ്രത്യേകിച്ച് വിചാരണ കോടതിക്കെതിരെ പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം, അല്ലെങ്കിൽ അതിജീവിതയുടെ അഭിഭാഷകയുടെ വാദം വിചാരണ കോടതി ജഡ്ജി തന്നെ സ്വാധീനിക്കപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ തള്ളിക്കളയുകയാണ്. വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചെന്നായിരുന്നു നേരത്തെയുള്ള പ്രോസിക്യൂഷന്റെ വാദം. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും പക്ഷപാതപരമാണെന്ന് ദിലീപും കോടതിയിൽ വാദിച്ചു. ഈ രണ്ട് വാദങ്ങളും ശ്രദ്ധിക്കുന്നില്ല, അത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, 1709 പേജുള്ള വളരെ പെട്ടെന്ന് തന്നെ നോക്കി കണ്ട ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ദിലീപിന്റെ ഫോണിലെ ചാറ്റുകൾ നീക്കം ചെയ്തു എന്നതുൾപ്പെടെയുള്ള ചില വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അത്തരത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ ചില ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഫോണുകൾ എന്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ദിലീപിനെ പൂട്ടണം എന്നതുൾപ്പെടെയുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യം ഇതിനകത്ത് പ്രോസിക്യൂഷൻ പ്രത്യേകമായി തന്നെ ദിലീപ് അത്തരം വ്യാജമായി ചില സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തകരും ചില ആളുകളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരും ഒക്കെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആ സന്ദേശം ലഭിച്ചു എന്ന് പറയുന്ന ഷോൺ ജോർജിനെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തി എന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്ന് കോടതി പറയുന്നുണ്ട്. കാര്യം, ഇരയുടെ തിരിച്ചറിയൽ ഉറപ്പാക്കാനാണ് ദൃശ്യം പകർത്തിയതെന്ന് പ്രോസിക്യൂഷന്റെ വാദം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദത്തെ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇത് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സമർപ്പിച്ച ആദ്യത്തെ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം ആദ്യം പലതവണ പല മൊഴികൾ നൽകിയിട്ടും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മൗനം ദുരൂഹമാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണ് എന്നതിന് തെളിവില്ല. മാത്രമല്ല, ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പൾസറും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പൾസർ ദിലീപിനെതിരായി മൊഴി മാറ്റുകയാണ് കോടതിയിൽ ചെയ്തത്. പൾസർ ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നതുൾപ്പെടെ മാഡം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നതുൾപ്പെടെയുള്ള അത്തരം അന്വേഷണ സംഘത്തിന്റെ ചില പരാജയങ്ങൾ, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പാളിച്ചകൾ ഉൾപ്പെടെ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ കോടതി പറഞ്ഞൊരു കാര്യം, ഇന്ന് വിചാരണ വേളയിൽ, ഇന്ന് ഈ ശിക്ഷാ വിധി പറയുന്ന വേളയിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ പല ആളുകൾക്കും പല വിമർശനങ്ങളുമുണ്ട്. അനിയം വർഗീസിന്റെ ഭൂതകാലം നിങ്ങൾ തിരഞ്ഞോളൂ. പക്ഷെ വിമർശിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഇന്ന് ഈ കോടതി പറയുന്ന വിധിയുടെ പകർപ്പ് നിർബന്ധമായും വായിച്ചിരിക്കണം. ആ വായനയ്ക്ക് ശേഷം അവർ കമന്റ് പറയാൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കോടതിക്കെതിരെ തന്നെ ഉയർന്ന ആരോപണങ്ങളെ കോടതി തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് കോടതി വിധേയമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് കോടതി
കോടതി വഴങ്ങിയിട്ടില്ല എന്ന് ദിലീപിന്റെ ആളുകൾ, ഈ ദിലീപ് ഉൾപ്പെടെയുള്ള ഈ പ്രതിഭാഗത്തിന്റെ ആളുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. പ്രതിപട്ടികയിൽ 8ാമതായിരുന്നു ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. പ്രോസിക്യൂഷനെ തന്നെ വിശ്വാസമില്ല, ഏകപക്ഷീയമായി ചില സംസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ ബി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നത് കോടതിയിലും ദിലീപ് ആവർത്തിച്ചിരുന്നു. ഇത്തരമുള്ള പ്രോസിക്യൂഷനെതിരെയുള്ള വാദങ്ങളും കോടതി തള്ളിക്കളയുകയാണ്. വിചാരണ കോടതി ജഡ്ജി തന്നെ സ്വാധീനങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിച്ചത് എന്നതിലുൾപ്പെടെയുള്ള ആരോപണങ്ങളും എന്തായാലും തള്ളിക്കളയാൻ അങ്ങനെ നിരവധിയായ 1709 പേജുള്ള ഒരു വിശദമായ ഒരു വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കൂടുതൽ വായിച്ചാൽ ഏതൊക്കെ തരത്തിലാണ്, ഇനിയും കുറെ അധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഏതായാലും കുറെ അധികം കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലും പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. നിലവിൽ പ്രാഥമികമായി വളരെ പെട്ടെന്ന് വായിച്ച ചില കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചത്. 10 പ്രതികളുണ്ടായിരുന്ന കേസിൽ 6 പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്. അതിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ച അത് തന്നെയാണ് ഇത്തരത്തിൽ 6 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ സാഹചര്യം ഒരുങ്ങിയത് എന്നാണോ കോടതി പറഞ്ഞു വെക്കുന്നത്? ഇപ്പൊ മുസ്തഫ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 6 പ്രതികൾ അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ വിധിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇതിനകത്ത് ബാക്കി 4 പേരിലേക്ക് അവരുടെ ഗൂഢാലോചന തെളിയിക്കുന്നതിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, ജയിലിൽ നടന്ന ചില ഫോൺ സംഭാഷണങ്ങളുണ്ട്, അതിലും കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജിൻസൺ സാക്ഷിയാവുന്ന ഘട്ടത്തിലേക്ക് പോയി. പക്ഷെ ജിൻസൺ എന്ന് പറയുന്നയാൾ ഈ കുറ്റകൃത്യത്തിന് ജയിലിൽ നിന്ന് ഫോൺ സംഭാഷണം ഉൾപ്പെടെ അത് കൊടുക്കണമെങ്കിൽ, അതിൽ അത്തരത്തിലുള്ള വാദങ്ങൾ നടത്തണമെങ്കിൽ അദ്ദേഹം ആ ജിൻസൺ എന്ന് പറയുന്ന വ്യക്തി പ്രതിയാകേണ്ടതല്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായ ഒരു വിധി പകർപ്പാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില അന്വേഷണ സംഘത്തിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ അന്വേഷണം വിശദമായി ഇപ്പൊ ദിലീപിന്റെ ഫോണിലെ ചാറ്റുകൾ ഉൾപ്പെടെ ദിലീപ് ഡിലീറ്റ് ചെയ്തു എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം എന്തുകൊണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ അല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുക്കുകയോ ചെയ്തില്ല എന്നതുൾപ്പെടെയുള്ള കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കോടതി. ആ തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ, അതോടൊപ്പം തന്നെ കോടതിക്കെതിരെ വന്ന വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് അനുബന്ധമായി ഇതോടൊപ്പം ചേർത്ത് വെച്ച ചില ആരോപണങ്ങളുണ്ട്. ദിലീപിനെ തന്നെ ഇരയാക്കാൻ ഇത്തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകൾ വ്യാജമായി നിർമ്മിച്ചു, അത് ചില ആളുകൾക്ക് സന്ദേശം ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയുള്ള വാദങ്ങളെപ്പോലും അത് പ്രോസിക്യൂഷന്റെ വാദമാണെങ്കിൽ ആ വാദത്തിൽ ആ സന്ദേശങ്ങൾ ആർക്ക് ലഭിച്ചു? ഷോൺ ജോർജിന് ലഭിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിഗമനം തെളിയിക്കാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ട് പ്രോസിക്യൂഷൻ ഉയർത്തി കാണിക്കുമ്പോൾ ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിക്കാത്തത് എന്തുകൊണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മെമ്മറി കാർഡും മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിനായി ദിലീപ് ബാങ്ക് അക്കൗണ്ടും ലോക്കറും ആരംഭിച്ചു എന്നായിരുന്നു മറ്റൊരു കണ്ടെത്തൽ. ഈ നിഗമനം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ സാക്ഷിക്ക് ലോക്കർ തുറന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ മൊഴി നൽകാൻ യോഗ്യതയില്ല എന്നതുൾപ്പെടെ കോടതി പറയുന്നുണ്ട്. വെറും ആരോപണങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങളെ ചുവടുപിടിപ്പിച്ച് ഇതിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ, സംശയാതീതമായി ഇതിലെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ഇല്ല. അതുകൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളിലേക്ക് കോടതി പോകുമ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾ തെളിയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനകത്ത് ഈ കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ സംശയങ്ങളും ബലപ്പെടുത്തി തെളിയിക്കാൻ, അല്ലെങ്കിൽ സംശയാതീതമായി ഇന്ന കുറ്റകൃത്യങ്ങൾ ഇന്ന ആളുകൾ ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഉപോത്ഫലകമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ വെക്കുന്നതിൽ, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇതിനകത്തുള്ളത്. വളരെ വിശദമായി തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി പറഞ്ഞിട്ടുണ്ട്, വിമർശിക്കുന്നവർക്ക് കൃത്യമായി തന്നെ ഒരു മറുപടി എന്നുള്ള ഒരു സൂചന ജഡ്ജി ഇന്ന് ഈ ശിക്ഷാവിധി വേളയിൽ കോടതിയിൽ തുറന്ന കോടതിയിൽ പറഞ്ഞിരുന്നു. കോടതി പറഞ്ഞത്, വിമർശിക്കുന്നവർ കൃത്യമായി തന്നെ ഇത് വായിച്ചിരിക്കണം, വായിച്ചതിന് ശേഷം മാത്രം അവർ വിമർശിക്കണം. എന്തായാലും ആ രൂപത്തിൽ തന്നെ ഇതിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമാകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാര്യം പ്രോസിക്യൂഷന് ഉന്നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാദങ്ങളിലേക്ക് ഈ ആരോപണങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മുസ്തഫ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്ന ചില തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ. ഈ ശബ്ദ സന്ദേശമാകട്ടെ, ഒപ്പം പൾസർ സുനി അയച്ച കത്താകട്ടെ, അങ്ങനെ ചില സ്ക്രീൻഷോട്ടുകൾ, അങ്ങനെ പല തെളിവുകളും പുറത്തു വന്നിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ആ തെളിവുകളൊന്നും കോടതി പരിഗണിച്ചില്ല എന്നാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ ഈ കോടതി വിധിയിലുണ്ടോ?
അത് വിശദമായി തന്നെ വായിച്ചു നോക്കണം. കാര്യം ഈ പല ഭാഗങ്ങളിലായി, ഓരോ ഘട്ടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് പല പേജുകളിൽ 1709 പേജ് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അത്രയധികം പേജുകൾ വായിച്ച് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കിയ കുറെ അധികം വിശദാംശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.